അസ്സലാമു അലൈക്കും. MK ഹാജിയെക്കുറിച്ചുള്ള ചരിത്രം അത് പറഞ്ഞു കേൾക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പേരാമ്പ്രയിൽ നിന്നിപ്പോൾ ഇന്ന് നമ്മുടെ പാവിട്ടപ്പുറം കോക്കൂർ കുഞ്ഞുമുഹമ്മദ് മൗലവിൻ്റെ വീട്ടിൽ എത്തിയതാണ്. MK ഹാജി സാഹിബിൻ്റെ ആ കാലത്ത് MSFലും MSMലും ഒക്കെ സജീവമായി തിരുവങ്ങാടിൽ പ്രവർത്തിച്ച കുഞ്ഞുമുഹമ്മദ് മൗലവി കോക്കൂർ നമുക്കൊക്കെ അറിയായിരിക്കും. ആ കാലത്തുള്ള ആൾക്കാരെ കോക്കൂർ എന്ന് വിളിക്കാം, കോക്കൂർ മൂലി എന്ന് പറയാം. അപ്പോൾ അദ്ദേഹമാണിത്. അദ്ദേഹം നമ്മളോട് MK ഹാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ കുറേ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. നിങ്ങൾ കുത്തുബക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അവിടെ ആണെങ്കിൽ നിങ്ങൾ വിളിക്കും. അവിടെ ഭക്ഷണം കഴിക്കണല്ല കുത്തുബക്ക്, ഞാൻ അവിടെ ആണെങ്കിൽ അവിടെ നിൽക്കണം ഭക്ഷണം അന്ന് പോകണം. അപ്പോൾ തന്നെ കാത്തിക്കും നടത്തിട്ട് നടക്കലാണ് ഇത് കണ്ടത്. അത് നടത്തിട്ട് അങ്ങനെ വർത്താൻ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകും. അപ്പൊ അത് അന്ന് നമ്മുടെ കുട്ടികളെ ആൾക്കാർ കൗതുകമാണ്. കാരണം ഇവിടെ ഇങ്ങനെ നടത്തുന്നിട്ട് വർത്താൻ ഒരു കൗതുകമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എത്തിക്കാരനെ പിന്നെ മുറിച്ചാനെ ഗേറ്റ് കൊണ്ട് കടന്ന ബാക്കിലോട്ട് പോവാ. അതിനെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യും, അവിടെ പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം ചെന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ കഥയുണ്ട്. ചെന്നു എന്നോട് പറഞ്ഞു, ഇനി കുറച്ച് പ്രാർത്ഥനകൾ വേണം, പഠിക്കാനാണ്. അപ്പൊ ഞാനന്ന് ഒന്നും പ്രതികരിച്ചില്ല. ഞാനത് ചെയ്തു. ഞാൻ പിന്നെ അവിടുന്ന് സലാപണി പോകുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പുസ്തകം വാങ്ങിയിട്ട് അത്ര പോരാ, അത്ര ഇല്ല പുസ്തകത്തിന് പിന്നെ ഈ നിത്യ പ്രാർത്ഥനകൾ, കുറേ പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് പിന്നെ ഒരു ലൈന് ഇടവിട്ട് പിന്നെ ആർക്ക് വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ എഴുതിയിട്ട് ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവ മുപ്പരത് മുപ്പര അന്ത്യം വരെ അത് കൈവിട്ടിരുന്നു പ്രാർത്ഥനകൾ അതിങ്ങനെ വായിച്ചിട്ടും പഠിച്ചിട്ടും. അപ്പോ അത്ര പ്രായത്തിലും ഈ നിൽക്കുന്ന മേലെയുള്ള അവസ്ഥയിലും പിന്നെ വിദ്യാർത്ഥി മൂപ്പരുടെ പിന്നെ ആവശ്യം, ഇതാണ് ആവശ്യം. അത് എന്നോട് പറയാൻ ഒരു വിഷമുണ്ടായില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടുകൊണ്ട് അനുഭവിച്ചല്ല പിന്നെ ഒരു പിന്നെന്താണ് പിന്നെ വ്യക്തിത്വം. പിന്നെ അദ്ദേഹം ഈ ഒരു ദിവസം കുട്ടികൾക്കാർക്ക് ഭക്ഷണം ഇല്ലായിട്ട് ഞാൻ വരാൻ വൈകിപ്പോയി മാപ്പ്. അത് പിന്നെ ഞങ്ങളുടെ കാലഘട്ടമല്ല, അല്ലല്ല ഞാൻ ചില തൊട്ടുപോള കാലഘട്ടം. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് റേഷൻ പിന്നെ അരിക്ക് ക്ഷാമമുള്ള കാലഘട്ടമാണ്. 70 പിന്നെ 60 65 കാലത്താണ്. നിങ്ങളെ കാലത്ത് എന്തെങ്കിലും സംഭവം അന്നത്തെ ഉണ്ടായില്ല. കാരണം സുഭിക്ഷയായിരുന്നു, എല്ലാം സുഭിക്ഷയായിരുന്നു നമ്മുടെ കാലത്ത്. രാവിലെ കഞ്ഞി. അസ്സലാമു അലൈക്കും. ഞാൻ പാലോട്ടിൽ കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞുട്ടി മാസ്റ്റർ, വണ്ടൂരിനടുത്ത ചെറുകോട് സ്വദേശിയാണ്. 1964 മുതൽ 1969 മാർച്ച് വരെ തിരുവരങ്ങാടി യത്തീംഖാനയിലെ അന്തേവാസിയായിരുന്നു. എൻ്റെ പഠനകാലത്ത് ബഹുമാന്യനായ തിരുവരങ്ങാടി യത്തീംഖാന സെക്രട്ടറി ആയിരുന്ന മർഹൂം MK ഹാജിയുമായി കാണുവാനും പരിചയപ്പെടുവാനും അദ്ദേഹത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും അവസരം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം യത്തീം കുട്ടികളോട് വളരെ കാരുണ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1967 കേരളത്തിൽ ഒന്നടങ്കമുണ്ടായ അതിശക്തമായ ഭക്ഷ്യക്ഷാമം മൂലം അന്ന് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയായിരുന്നു മിക്കവാറും തിരുവരങ്ങാടി യത്തീംഖാനയിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്.
ഒരു ദിവസം അദ്ദേഹം മദ്രാസിൽ പോയ സന്ദർഭത്തിൽ യതീംഖാനയിലെ അരി സ്റ്റോക്ക് തീരുകയും ഉച്ചഭക്ഷണത്തിന് അരിയില്ലാത്ത അവസ്ഥ വരികയും കരിഞ്ചന്തയിൽ വമ്പിച്ച വിലയായതുകൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയും കാശുണ്ടെങ്കിൽ തന്നെ അരി കിട്ടാനില്ലാത്തൊരവസ്ഥയുമൊക്കെ ആയിരുന്ന ആ സന്ദർഭത്തിൽ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് മുടങ്ങുകയുണ്ടായി. അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം മദ്രാസിൽ നിന്നും ഒരു 4 മണിയോട് കൂടിയാണ് സൗദാബാദിൽ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ആ വിവരം അറിഞ്ഞത്, ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത്. അതിൽ ദുഃഖിതനായ അദ്ദേഹം നൂറുൽ ഇസ്ലാം മദ്രസ മുറ്റത്തെ വിദ്യാർത്ഥികളുടെ അടിയന്തര അസംബ്ലി വിളിച്ചുകൂട്ടാൻ വാർഡൻ മൂസാക്കായോട് ആവശ്യപ്പെടുകയും മുറ്റത്ത് കുട്ടികളെ അസംബ്ലി വിളിച്ചു ചേർത്ത് അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്കിന്ന് ഉച്ചഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിഞ്ഞു. തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിനുത്തരം പറയേണ്ടി വരും. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ബിസിനസ് ആവശ്യാർത്ഥം മദ്രാസിൽ പോയതായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭക്ഷണത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. വൈകുന്നേരമാകുമ്പോഴേക്കും കേരളത്തിൽ എവിടെയാണോ അരി കിട്ടുന്നതെങ്കിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കും എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും അവിടെ പോവുകയും തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും അടുത്ത മാസത്തേക്കുള്ള അരിയുടെ കോട്ട വാങ്ങി അദ്ദേഹം കൊടുന്ന് അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയ എന്നൊരു സംഭവം ഉണ്ടായതായി ഓർക്കുന്നു. മറ്റൊരു സംഭവം, അദ്ദേഹവും മർഹൂം KM മൗലവിയും 4 മണി മുതൽ ചെനക്കരപ്പള്ളിയുടെ KM മൗലവിയുടെ വീട്ടിൽ നിന്ന് MK ഹാജിയും KM മൗലവിയും ഒരു സായാഹ്ന സവാരി നടത്താറുണ്ട്. അവരിങ്ങനെ മന്നം ചെനക്കരപ്പള്ളിയിലൂടെ ഇങ്ങനെ നടന്ന് റോഡിലേക്ക് എത്തുമ്പോൾ നമ്മളെ നൂറുൽ ഇസ്ലാം മദ്രസയും ഓറിയൻ്റൽ സ്കൂളുമൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് കൊണ്ടെത്തുമ്പോഴേക്ക് തന്നെ MK ഹാജിയുടെ ഷൂസിൻ്റെ അടിയിലുള്ള ലാടത്തിൻ്റെ കിരികിരി ശബ്ദം ഉച്ചത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ഥാപനവും അതോടൊപ്പം തന്നെ ടൗണിലും നിശബ്ദത പാലിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ആദരണീയനും ബഹുമാനീയനുമായിരുന്നു ഈ 2 വ്യക്തിത്വങ്ങളുമെന്ന് ആണ് ഇതിന് മനസ്സിലാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മയിലുള്ളത്. അസ്സലാമു അലൈക്കും. ബഹുമാനിയായ MK ഹാജി സാഹിബുമായി ബന്ധപ്പെട്ട 3 അനുഭവങ്ങളാണ് എനിക്ക് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ OLP സ്കൂൾ, ആ OLP സ്കൂൾ വെച്ചിട്ട് നടന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ യോഗം. ആ യോഗത്തിൽ ജനാബ് ബോക്കർ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആരായിരുന്നു എന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കും നമ്മുടെ സമുദായത്തിനും കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം വിവരിച്ചത്. ആദ്യമായിട്ട് ബോക്കർ സാഹിബിനെ കുറിച്ച് കേട്ടത് ഞാൻ ബഹുമാന്യനായ അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് മാത്രമേ എനിക്ക് വരുന്നത്. രണ്ടാമത് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള സംഗതി, ഒന്ന്, അദ്ദേഹം MK ഹാജി സാഹിബ് അത്യാസന്ന നിലയിൽ രോഗശൈലിയിൽ കിടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പേവാട്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ രോഗം നേരിട്ട് കാണാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഉള്ള താല്പര്യത്തോടുകൂടി ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഒന്ന് ചുംബിക്കാൻ ഞാൻ താല്പര്യപ്പെട്ട് കൈ പിടിച്ച് ചുംബിക്കാൻ ഒരുങ്ങിയതും അദ്ദേഹം കൈ പിൻവലിച്ചിട്ട് കൈകൊണ്ട് കാണിച്ചു, ഇത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തികഞ്ഞ ആദർശബോധം. ദീനിൻ്റെ എന്താണോ നിർദ്ദേശം, ആ നിർദ്ദേശം ഇതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ആ വലിയ വയോധികരാണ്. ഒരു മനുഷ്യനെ ആത്മീയ വ്യക്തിത്വമാക്കി പരിചയപ്പെടുത്താൻ പാടില്ല അല്ലേ? ഒരു ആത്മീയ നേതാവ് അങ്ങനെ ചുംബിച്ച പ്രത്യേക എന്തോ മഹത്വമുണ്ട് തോന്നുന്ന രൂപത്തിലുള്ള പ്രതികരണം പാടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ അവസ്ഥയിൽ പോലും പഠിപ്പിച്ചു. അതാണ് എല്ലാം എടുത്ത് ആ കാര്യത്തിൽ എടുത്ത് പറയേണ്ടത്, ഈ പ്രദേശത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള അദ്ദേഹം മറ്റെല്ലാ സ്ഥലത്ത് ഏറ്റവും നല്ല ഉയർന്ന നിലയിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടായിട്ടും
അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സയ്ക്ക് വിധേയനായി എന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അത്തരത്തിലുള്ള കാര്യത്തിലും അതായത് ഒരു കാര്യത്തിലും അമിതമായ ചെലവോ ദുർവിനിയോഗം ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സഹായമായി എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, രസകരമായൊരു സംഗതി. നമ്മുടെ യത്തീംഖാനയിലെ കോളേജ് ആദ്യമായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയ ഉടനെ അവിടെ ആദ്യത്തെ ബ്ലോക്ക് വെച്ചു. ഈ ആദ്യത്തെ ബ്ലോക്ക് നിർമ്മാണത്തിന് യത്തീംഖാനയിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കുവഹിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം രാവിലെ വന്ന് നേതൃത്വം നൽകി അതിന് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെ പുറംതിരിഞ്ഞിരുന്ന ആൾക്കാർ, കൃത്യമായി അനുസരണക്കേട് കാണിച്ച ആൾക്കാരോട് വളരെ ഗൗരവപൂർവ്വം പെരുമാറിയിട്ടുള്ളത് ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർത്തുപോവുകയാണ്. പൂർവ്വവിദ്യായിരുന്ന മറ്റൊരാൾ കരയക്കാട്ടുകാരനായ ഒരു സഹോദരൻ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, അയാളോട് ദേഷ്യപ്പെട്ടിട്ട് കൊടയിൽ എടുത്തിട്ട് അടിക്കാൻ ഒരുങ്ങിയത് പോലും എൻ്റെ മനസ്സിൽ. അത് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത എത്രയും പെട്ടെന്ന് കൃത്യസമയത്ത് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സർക്കാരിന് അതിന് കൃത്യസമയത്ത് അനുകൂലമായ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ, അംഗീകാരം കിട്ടുകയുള്ളൂ എന്നതാണ്. അല്ലാതെ കുട്ടികളോട് ദേഷ്യത്തോടു കൂടി പെരുമാറുകയോ അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുകയല്ല, ഉപദ്രവിക്കുകയല്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ സമയത്ത് അബ്ദുസമദിൻ്റെ ആണോ ഇനി പെൺമക്കളുടെയാണോ എനിക്ക് ഓർമ്മയില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ആട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും യത്തീമുകളുമായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഞങ്ങൾ. പക്ഷെ അത് ആ പ്രദേശത്ത് പങ്കെടുക്കുന്ന, അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരായിരുന്നാലും ശരി, എത്ര വലിയവനായിക്കോട്ടെ ചെറിയവനായിക്കോട്ടെ, ഈ യത്തീമുകൾക്ക് ആദ്യം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അപ്പുറത്ത് വരുന്നതും ഈ ആളുകൾക്ക് യാതൊരു വിവേചനവുമില്ലാതെ, ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലത്തെ ഭക്ഷണം. 63 ആടുകളാണ് അന്ന് ജനാബ് മുഹീദ്ദീൻ ഉമരി അറുത്തത് എന്നാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ അന്ന് അറുക്കുന്ന സമയത്ത് വാങ്ങി പിടിച്ചിട്ട് ഒരാളാണ് ഞാൻ. അത് നേരിൽ കാണാനും ചെയ്യും. പിന്നെ അതിൽ ഭക്ഷണത്തിൽ പങ്കാളിയാവാനും സാധ്യമായി. അൽഹംദുലില്ല, ഇങ്ങനെ 2-3 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായത് മറന്നു പോകാത്ത കാര്യങ്ങളായിട്ട് ഓർക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അബ്ദു മാസ്റ്റർ വളാഞ്ചേരി. അപ്പം നിങ്ങൾ ഏത് വർഷമായിട്ട് ഇങ്ങനെ പഠിച്ചത്? 1959 മുതൽ 1964 വരെ പഠിച്ചു. അപ്പോൾ നിങ്ങൾ MK ഹാജിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ MK ഹാജിയുടെ ഇടപെടലിനെ കുറിച്ച്. അത് എങ്ങനെയാണ് അത് എൻ്റെ വസ്തുത? വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കേരളത്തിൽ ഇന്നത്തെ വർത്തമാനകാല വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ MK ഹാജി വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ MK ഹാജിയുടെ ആദർശപരമായിട്ട് MK ഹാജി KM മൗലവിക്ക് പിന്നിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ഏറ്റവും മുൻതൂക്കം നിൽക്കുന്നത് KM മൗലവി MK ഹാജിയാണ്. കാരണം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അറബിക്കിന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുള്ള ഒരു ഓറിയൻ്റൽ ഹൈസ്കൂൾ കേരളത്തിൽ ആദ്യം തുടങ്ങുന്നത് തിരുവങ്ങാടിയിലാണ്. ഓർഫനേജിൽ യത്തീംഖാനയുടെ കീഴിലെ ഓർഫനേജിലാണ്. അവിടെ നിന്നാണ് തുടക്കം കൊടുക്കുന്നത്. MK ഹാജിനെ കുറിച്ച് വർത്തമാനകാല ആളുകൾക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അയാളുടെ കഴിവും അയാളുടെ സാമൂഹിക പ്രവർത്തനത്തെക്കുറിച്ച് കേരളീയരിൽ പലവരും ഇന്ന് ബോധവാന്മാരല്ല. KM മൗലവിയും MK ഹാജിയും ഉയർത്തിക്കൊണ്ടുവന്ന ആ വിദ്യാഭ്യാസപരമായ മതപരമായ കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ന് എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ വർത്തമാനകാല രാഷ്ട്രീയവും മതവും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിമർശകർ ഇന്ന് MK ഹാജി ഒരു വിമർശകനായി മാറ്റിയിട്ട് MK ഹാജിനെ പാടെ താഴ്ന്നിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മദ്രാസിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ ആ സമ്മേളനം. MK ഹാജിൻ്റെ ഒരു ഫോട്ടോ MK ഹാജിനെ കുറിച്ച് പരാമർശമൊന്നുമില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയധികം പാടുപെട്ട ഒരു മനുഷ്യൻ വേറെയില്ല. ആ MK ഹാജി മരണപ്പെട്ട് വർഷങ്ങൾ ഇത്രയായി. ഇന്നുവരെ MK ഹാജിയെക്കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. മറ്റൊരു ഭാഷ പറഞ്ഞാൽ ആരും തുനിഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തും മതരംഗത്തും ഇന്ന് കാണുന്ന വളർച്ചയുടെ ഏറ്റവും മുൻപന്തിയിൽ ഒന്ന് MK ഹാജി തന്നെയാണ്. കാരണം തിരുവങ്ങാടി യത്തീംഖാനയുടെ പ്രവർത്തനം തുടങ്ങി, അതുപോലെ തന്നെ മമ്പാട് കോളേജ്, അതിനൊക്കെ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്താണ് MK ഹാജി. തിരുവങ്ങാടി യത്തീംഖാനയിൽ തന്നെ
1943 തുടങ്ങിയ ആ കാലഘട്ടത്തിൽ വളരെ പരിമിതമായ സ്ഥലത്താണ് കുട്ടികളെ ചേർത്തുകൊണ്ട് അദ്ദേഹം എന്ന KM മൗലവിയും അതുപോലെ തന്നെ പിന്നെ CH ഇബ്രാഹിം നാജിയും പിന്നെ പഴയകാല മരണപ്പെട്ടു പോയ മർഹൂം KM സീരി സാഹിബും CH മുഹമ്മദ് ഭായും അങ്ങനെ ഒരുപാട് കുഞ്ഞാദു ഹാജിയൊക്കെയുള്ള നേതാക്കന്മാർ ആ കാലത്ത് ഇതിന് പിന്നെ തുടക്കം കുറിച്ചത് വളരെ പ്രയാസപ്പെട്ട രൂപത്തിലായിരുന്നു. യത്തീംഖാനയ്ക്ക് വേണ്ടി പിരിക്കാൻ പോയാൽ ആ കാലത്ത് MK ഹാജി പിരിക്കാൻ പോകുമ്പോൾ ആരെ കണ്ടിട്ടാണ് നിങ്ങൾ ഇത്രയും കുട്ടികളവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, കുട്ടികളെ ചെന്ന് ആരെ കണ്ടിട്ടാണെന്നൊക്കെ ചോദിച്ചാൽ അക്കാലത്തെ പ്രമാണിമാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടല്ല, എന്നെയും കണ്ടിട്ടല്ല, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് MK ഹാജി അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ സംഭാവന കൊടുത്ത ചരിത്രങ്ങളൊക്കെ MK ഹാജിൻ്റെ അന്നത്തെ പ്രവർത്തന ശൈലിയുണ്ട്. പക്ഷെ അതൊന്നും വർത്തമാനകാല സമൂഹത്തിനല്ല. യത്തീംഖാന എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കാലത്ത് യത്തീംഖാനു യത്തീമിനെ വഞ്ചിക്കുന്നവനെന്ന് പരിഹസിച്ചിരുന്ന അവർ ഇന്ന് ഓരോ വാർഡിലും യത്തീംഖാൻ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഉപജീവനം നയിക്കണം ഒരു വിഭാഗം ആളുകൾ. അന്ന് അതിനെ പരിഹസിച്ച് വരുന്നൊരു അത് വഹാബികളുടെ സ്ഥാപനമാണെന്ന് അക്കാലത്ത് തന്നെ പറയുകയും ചെയ്ത ഒരു കൂട്ടം വക്താക്കൾ പണ്ഡിതന്മാരിന്നുണ്ട്. അവരൊക്കെ MK ഹാജിയുടെ പാത പിൻപറ്റുക. യഥാർത്ഥ തൗഹീദിൽ നിന്ന് മാറി MK ഹാജി വരച്ചു വെച്ച വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, മതരംഗത്തുള്ള എല്ലാം ഒരുപോലെ ഇന്നവർ അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ MK ഹാജിനെയും ആ പ്രസ്ഥാനത്തിൽ അവർ മറന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ MK ഹാജിയുടെ ശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് വർത്തമാനകാല ജമാഅത്തെ ഇസ്ലാമിക്കും സമസ്തക്കും തബ്ലീഗ് ജമാഅത്തുകാർക്ക് എല്ലാവർക്കും മാതൃകമായിരുന്നു അന്ന് MK ഹാജിയും KM മൗലവിയും എന്ന കാര്യം വസ്തുതയാണ്, സത്യസന്ധമാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാനോ അത് പ്രചരിപ്പിക്കാനോ അവരുടെ അന്നത്തെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് വ്യാപകമാക്കാൻ ആരൊന്നും തയ്യാറല്ല. നിർഭാഗ്യവശാൽ 80-ലാണെന്ന് തോന്നുന്നു മുസ്ലിം ലീഗ് വളർന്നപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പാർട്ടിയിൽ വിളിച്ച് അതിൻ്റെ അമരത്തിരിക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു പ്രസിഡൻ്റായിട്ട്. അന്ന് അദ്ദേഹം എൻ്റെ സ്വദേശമായ വളാഞ്ചേരിയിൽ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി. അന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, എല്ലാവരും എൻ്റെ പാർട്ടിയിൽ ഞാൻ അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയിൽ ചേർന്ന എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലല്ലാതെ മറ്റൊന്നിലും മെമ്പർഷിപ്പ് എടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു അല്ലേ? അപ്പോൾ വേറെ തമാശ എന്ന് വെച്ചാൽ അതിലുള്ളത് ഈ സാധാരണഗതിയിൽ പാർട്ടി പിളർന്നുണ്ടായ പാർട്ടികൾ തമ്മിലായിരിക്കും വല്ലാത്ത ശത്രുത. അപ്പോൾ നിങ്ങൾ ഇതിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിലോ കോൺഗ്രസോ ചേർന്നാ പറയണ്ടേ. പക്ഷെ അദ്ദേഹം എന്നാലും പറഞ്ഞത് എൻ്റെ പാർട്ടി ചേരാൻ കഴിയുന്നില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേരണം അല്ലേ? മാത്രമല്ല മറ്റൊരു പാർട്ടിയിലും ചേരുകയോ പോവുകയോ ചെയ്യരുത്. മുസ്ലിം ലീഗിലെ യഥാർത്ഥ ലൈൻ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മതേതര പാർട്ടിയാണ്. എല്ലാവരുമായും സൗമ്യമായും പിന്നെ സഹകരിച്ചുകൊണ്ടും പിന്നെ നമ്മുടെ എതിരാളികളെ പോലും പിന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അവരുടെ വിനയത്തിലും കാരണത്തിലും പെരുമാറണമെന്ന് വളാഞ്ചേരിയിലെ പ്രസംഗത്തിൽ MK ഹാജി പ്രസംഗിച്ചപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുക. നിങ്ങൾ കേട്ടില്ല പ്രസംഗം? അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പോൾ എനിക്ക് അന്ന് വയസ്സ് എനിക്കൊരു 80 ആകുമ്പോൾ പിന്നെ ഒരു 10-22 പോരാ. 80-ലാണ് എൻ്റെ ഓർമ്മ ശരി. 64 പോകുമ്പോൾ എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. 64 പോകുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 14 വയസ്സ്. ഒരു 30 വയസ്സുള്ള പ്രായത്തിൽ 30 വയസ്സുണ്ടാവും. ആ സമയത്താണ് കേട്ട്. അപ്പോൾ നല്ല ഊർജ്ജസ്വലമായ സമയത്താണ് കേട്ട്. അതിന് മുമ്പ് ഒരു താലൂക്ക് മുസ്ലിം ലീഗ് സമ്മേളനം വളാഞ്ചേരിയിൽ വെച്ച് നടന്നു. അത് MK ഹാജിയും ബാപ്പയ്ക്ക് തങ്ങളും പിന്നെ പരമ്പയിൽ അമ്മാജ് ലീഗിൽ വന്നിട്ടില്ല, മറ്റേ ഉമർ ബാബയ്ക്ക് തങ്ങളും പിന്നെ ബാവാജി അവരൊക്കെ കൂടിയിട്ടുള്ള സമ്മേളനം വളാഞ്ചേരിയിൽ വെച്ച് നടന്നു. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു, മഴ പെയ്തിട്ട് അന്ന് പിന്നെ പാർട്ടി ഓഫീസ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ വെച്ച് ബാബയ്ക്ക് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ഇന്നലെ കഴിഞ്ഞ പോലെ പറഞ്ഞു, നിങ്ങളെല്ലാവരും മുസ്ലിം ലീഗിൽ ചേരണം, ആദ്യം നിങ്ങൾ മുസ്ലിം ആവണം, പിന്നെ നിങ്ങൾ ലീഗ് ആവണം. ഇതിന്ന് ഒന്നും നമുക്ക് ഭാവിയിൽ കിട്ടാനല്ല, നമുക്ക് സമുദായത്തിന് ഒരു സംഘടനയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ ഒന്നും ആരും വെക്കരുത്. ഇത് അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കമിച്ച് നിങ്ങൾ മുസ്ലിം ആവുക, ലീഗ് ആവുക, 5 വക്ത് കൃത്യമായി നമസ്കരിക്കുക എന്നൊക്കെ. ഞാൻ അന്ന് കുട്ടിയാണ്, ആ കാലത്തെ വാപ്പത്തങ്ങൾ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും വലതുവശത്ത് ഇടതുവശത്ത് MK ഹാജി ഉണ്ട്. അങ്ങനത്തെ ഒരു കാലം ഇടതുവശത്ത് MK ഹാജി ഉണ്ട്, ബാഫയ്ക്ക് തങ്ങൾ പ്രസംഗിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്? ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 6-ോ 7-ഒക്കെ ഉണ്ടാവും. പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മയുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. കറക്റ്റായിട്ട് പറയാൻ വയ്യ. അവിടെ പോലും MK ഹാജിനെയും പുകഴ്ത്തിക്കൊണ്ടാണ് ആര് സംസാരിക്കുന്നത്? ബാഫയ്ക്ക് തങ്ങൾ എന്താ പറഞ്ഞത്? അതായത് ചന്ദ്രിക പ്രചരണത്തിന് വേണ്ടി ഞാനും MK ഹാജിയും പിന്നെ പള്ളിപ്പുറം ഭാഗത്തേക്ക് നടന്നുകൊണ്ട് പോകുമ്പോൾ അത് ഞങ്ങൾക്ക് പിന്നെ
സ്ഥലം ശരിക്കും പരിചയമൊന്നുമില്ല. അവസാനം ട്രെയിൻ കിട്ടും പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ട്രെയിൻ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അന്ന് കാലത്ത് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ഈ വാർപ്പ് കൊണ്ടുണ്ടാക്കിയ പിന്നെ ഇതുണ്ടല്ലോ ബെഞ്ച് അതിൽ ഞങ്ങൾ കിടന്നുറങ്ങി. സുബൈക്ക് എഴുതിയിട്ട് നിസ്കരിച്ചിട്ടാണ് പാപ്പയ്ക്ക് തങ്ങൾ പറഞ്ഞായിട്ട് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണ്. അപ്പോഴും എം കെ ഹാജി കൂടെ ഉണ്ട്. എം കെ ഹാജിയും ബാപ്പയ്ക്ക് തങ്ങളും ഇല്ലാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അനവ കാഫിലെത്തിയും പിന്നെത്തി ആക്കതാന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്ന് അതിന്റെ ഉദാഹരണം അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും എം കെ ഹാജിയും ബാപ്പയ്ക്ക് തങ്ങൾ അത്രയും ബന്ധമായിരുന്നു. എം കെ ഹാജിയും പിന്നെ സലഫി പ്രസ്ഥാനത്തിന്റെ ആളാണെങ്കിലും ബാപ്പയ്ക്ക് തങ്ങൾ പിന്നെ സമസ്ത എന്ന് പറഞ്ഞിട്ടില്ല, സുന്നിയുടെ നേതാവ്. എന്നിട്ട് പോലും അവരവർ പരസ്പരം കൈകോർത്തിട്ടും പിന്നെ ഒക്കെ പിടിച്ചിട്ടും സന്തോഷിച്ചിട്ടൊക്കെ ജീവിച്ചത്. ഭക്ഷണത്തിനൊക്കെ വേണ്ടി എം കെ ഹാജിയുടെ വീട്ടിലേക്കായിരുന്നു അവർ വന്ന് തിരിച്ചങ്ങോട്ട് പോകുമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ തിരങ്ങാടി എത്തിമുഖാന്റെ ഈ പിന്നെ PS കോളേജ് ക്യാമ്പസ് ഉണ്ടാക്കിയ പള്ളിക്ക് തറക്കല്ലിട്ടത് അക്കാലത്ത് എം കെ ഹാജിയുള്ള കാലത്ത് ബാപ്പ. അത് കേരളത്തിന്റെ ചരിത്രത്തിലെ വേറെ ഇന്ത്യയിലെ വേറെ എവിടെയില്ല ബാപ്പകളാണ്. അതും ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ആധികാരിക നേതാവുള്ള സ്ഥലത്ത്. അന്ന് ഈ സലഫി പ്രസ്ഥാനമുള്ള വാക്കുണ്ടോ, പേരുണ്ടോ? അന്ന് മുജാഹിദിന് പറയുള്ളൂ. അന്ന് മുജാഹിദിന് പറയുള്ളൂ. സലഫി എന്നുള്ള പേര് വന്ന് ഏറെക്കുറെ പിന്നെ കുറച്ച് ഒരു 80-കൾ ശേഷമല്ലേ? ശേഷമാണ്. അതിന് മുമ്പ് മുജാഹിദ് തന്നെ പറഞ്ഞു. മുജാഹിദ് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അന്ന് സലഫിന്ന് പറയാൻ? അതായത് അന്ന് പിന്നെ KM മൗലവി ഇവരൊക്കെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടാക്കി അന്ന് ഇപ്പൊ ജിഹാദി ഫീ സബീലിഹി എന്നുള്ള ആയത്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ വരാന്നാണ് ഞാൻ ഇതിന്റെ മാർഗത്തിലുള്ള ഒരു ധർമ്മസമരമാണ്. സത്യത്തെ തുറന്നു കാണിക്കുക, അസത്യത്തെ. അതല്ലാണ്ട് ഒരു നാട്ടില് ലോകാടിസ്ഥാനത്തിൽ സെലഫി കാഴ്ചപ്പാട് അതല്ലാത്ത കാഴ്ചപ്പാട് എന്ന് തരംതിരിവൊന്നും ഇവിടെ അറിയില്ല. ആ ചർച്ച ഇല്ല. അന്ന് ഗൾഫുമായുള്ള ബന്ധമില്ല. ഗൾഫായിട്ട് ഒരു ബന്ധമില്ല. ഗൾഫൊന്നും അന്നില്ല. ഗൾഫിൽ സലഫികളുണ്ട്, പക്ഷെ സലഫിസം എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കും അറിയില്ല. ആ ചർച്ച ഇല്ല. ആ ചർച്ചയ്ക്ക് സമയമില്ല ഇവിടെ. മാത്രമല്ല അറിയും, KM മൗലവിക്ക് അറിയും. മാത്രമല്ല അറിയുമെങ്കിലും KM മൗലവി എന്ത് ചെയ്തിട്ടില്ല, ആ ചർച്ച കൊണ്ടുവന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ഐക്യം, ഒരു ഐക്യം മുസ്ലിം ഐക്യ കേരളം ഉണ്ടാക്കിയല്ലോ. അത് അങ്ങനെ വരട്ടെ എന്നുള്ള വിശാല ചിന്തയായിരുന്നു KM മൗലവി. പല ഇതിലും അത് കാണാം. KM മൗലവി പിന്നെ പറഞ്ഞ ചില ലേഖകളിലൊക്കെ അത് കാണുന്നു. ആധികാരികമായിട്ട് പറ്റാം KM മൗലവിയെ കുറിച്ച് പുസ്തകത്തിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓറിയന്റൽ ഹൈസ്കൂള് ഓറിയന്റൽ ടൈറ്റിൽ തയ്യാറാക്കുന്നതിൽ അല്ല അരീക്കോടല്ല ആദ്യം ഓറിയന്റൽ വന്ന്. അതെ, ഓറിയന്റൽ വന്നത് അരീക്കോടാണ്. പക്ഷെ ഒരു പിന്നെ അതിന് ക്വാളിഫൈഡ് ആക്കിയത്. അത് ശരി. ഓറിയന്റൽ സ്കൂൾ ആദ്യം അരീക്കോട് വന്നു, പിന്നെ തിരുവങ്ങാടി വന്നു. അരീക്കോട് വന്ന അതേ സ്റ്റൈൽ ഇവിടെ തുടങ്ങി. പക്ഷെ അത് പിന്നെ 1960 അതിലെ പഠിച്ച് പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് അറബി അധ്യാപകനായുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് അംഗീകരിക്കണം എന്ന നിയമം ഉണ്ടാക്കിയത് MK ഹാജിയുടെ നിർബന്ധം കൊണ്ടല്ലേ? നിർദ്ദേശമാണ്. അത് തിരുവങ്ങാടിയിലെ പിന്നെ ഓറിയന്റൽ ഹൈസ്കൂളിലെ കുട്ടികളെ പ്രതീക്ഷിച്ചത്. അത് കേരളത്തിൽ പലയിടത്തും സ്കൂളുകളുണ്ട്, ഗവൺമെന്റിലൊക്കെ ഉണ്ട്. ഗവൺമെന്റ് അന്ന് പഠിച്ചിരുന്നവർ അവരെല്ലാം ക്വാളിഫൈഡ് ആയി വന്നത്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആളുകൾ കുട്ടികളൊക്കെ പാടെ കൂടി വന്ന് സ്കൂളിൽ അധ്യാപകരായി. അവരുടെ മക്കളപ്പോൾ അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിവിധ സ്ഥലങ്ങളിൽ ഓൾ ഓവർ ഇന്ത്യ അല്ല വേൾഡ് തലത്തിൽ അവരിന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഫോണാണ്. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CH ആണ്. പക്ഷേ CH എന്ന അമേരിക്കയിലാണ്, അവർ പോയിരിക്കുകയാണ്. ആ സമയത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പിന്നെ അഹമ്മദ് കുരിക്കളാണ്. അഹമ്മദ് കുരിക്കളിനാണ് ചാർജ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ അഹമ്മദ് കുരിക്കൽക്കാണ് MK ഹാജി ഫോൺ ചെയ്യുന്നത് ഒരു ചൊവ്വാഴ്ച ഇന്നത്തെ പോലെ. കാരണം ബുധനാഴ്ചയാണ് ക്യാബിനറ്റ്, നാളെ ക്യാബിനറ്റ്. അപ്പോൾ ഇന്ന് MK ഹാജി ഇന്ന് ട്രങ്ക് ചെയ്യാണ് നമ്മളെ പിന്നെ വീട്ടിൽ നിന്ന്. MK ഹാജിയുടെ ഫോണുണ്ട്, ട്രങ്കാണ്. ആ ട്രങ്ക് ചെയ്ത് ആ ഒരൊറ്റ വോയിസാണ്, ആ ശബ്ദമാണ് പിറ്റേന്ന് ഓർഡറായിട്ട് വരുന്നത്. അതാണ് KR ചാപ്റ്റർ 31 എന്ന് പറഞ്ഞ സാധനം. അതാണ് 31 എന്ന് പറഞ്ഞാൽ അതന്നെ ഓറിയന്റൽ SLC LP സ്കൂളിലേക്ക് ക്വാളിഫൈഡ് ആകുന്ന ഒരു പുതിയ വകുപ്പ് ഉണ്ടാക്കി. KR ചാപ്റ്റർ 31 അന്ന് ഉണ്ടാക്കിയതാണ്. അതിന്റെ മുമ്പ് അങ്ങനെ വകുപ്പില്ല. അത് കാരണം നൂറുകണക്കിന് കുട്ടികൾ എല്ലാ ഓറിയന്റൽ പാസ്സായ കുട്ടികളും പിന്നെ പടിപടിയെ ഘട്ടമായിട്ട് വന്ന് അറബി അധ്യാപകരാവുകയും അവർ കുടുംബജീവിതം നയിക്കുകയും വീടില്ലാത്തവരും എത്തിയമായവരൊക്കെ ആയിരുന്നല്ലോ. അവരൊക്കെ ഇപ്പോൾ സുഭിക്ഷമായിട്ട് അവരും അവരുടെ മക്കളും അവരുടെ കുടുംബവും അവരെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നത് ഈ അറബി കൊണ്ട്. ആ അറബി ഭാഷയാണ് ഈ ലോകത്ത് മനുഷ്യർക്ക് സംസ്കാരം എന്താന്ന് പഠിപ്പിച്ചത്. അറബി ഭാഷ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ടെക്നോളജി ഇല്ല. ഇവിടെ സയൻസും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം ഉണ്ടാകുന്നത് അറബിക്കാണ്. ഈ അറബി ഭാഷ ആധികാരികമായിട്ട് ഒരു സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റി പിന്നെ ജീവിതം കഴിക്കുന്ന
ഭൂമി ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഭൂമി ലോകത്ത് കേരളത്തിൽ മാത്രമേ, വേറെ എവിടെയില്ല. സൗദി അറേബ്യയിലില്ല. സൗദി അറേബ്യയിൽ അവരുടെ ഭാഷ അറബിയാണ്. അവർ അറബിയിൽ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ലാംഗ്വേജ് അറബിക്ക് ലാംഗ്വേജ് ആയിക്കൊണ്ട് വളരെ വിശാലമായിട്ട് LP സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം അതിൽ സൗകര്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1967 EMS മന്ത്രിസഭയിൽ വന്നതിന് ശേഷമാണ്. ആ ഉടനെയാണ് മലപ്പുറം ജില്ല ഒരു അതിലാണ് MK ഹാജിയുടെ ഈ ഇടപെടലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വ്യാപകമായിട്ട് കുട്ടികളൊക്കെ അനാഥരായ കുട്ടികൾ സനാഥരായി. പിന്നെ MK ഹാജിയാണ് ഈ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് നിർബന്ധിച്ചത്. MK ഹാജിയാണ്. അതിന് പിന്നിൽ ഇതായിരുന്നു ചതവികാരം. അതിന് MK ഹാജിനെ പ്രേരിപ്പിച്ചത് കെ മൗലിയാണ്. കാരണം വേറെ വിദ്യാഭ്യാസം കെ മൗലി 60-ലല്ലേ വഫാത്താകുന്നു? അതെ, 63 64 പക്ഷെ അതിനൊരു പ്രചോദനം കൊടുക്കുന്നത് കെ മൗലിയെ നേരിൽ കണ്ടാണ്. കെ മൗലി നമുക്ക് ഇമാമിനെ നിസ്കരിച്ചിട്ട് എന്തോ ഒരു വിഷയത്തിൽ പിന്നെ ഒരു വലിയൊരു ദുരന്തം തൊട്ട ടൈമാണ്. ഇങ്ങനെ ദ്വാ ചെയ്തിട്ട് അത് ആമീന്ന് പറഞ്ഞാണ് ഞാൻ നേർക്ക് നേരെ കെ മൗലിയെ കണ്ട. ഒരു വളരെ വിനയത്ത് ഖുർആനിൽ പറഞ്ഞമാതിരി നടക്കുക. വലാ തംശിക്കില്ലാറില്ല മറഹ ഇന്നക്കലം തസരിക്കല്ലാറില്ല വലം തബ്ലിഗൽ ജിബാലത്ത് വല എന്നുള്ള ആയത്ത് നമുക്കൊരു ഓർമ്മ വരും കെ മൗലി നടക്കുമ്പോൾ. കാരണം ഭൂമി അറിയാതെ നടക്കാം, നല്ല സ്റ്റെപ്പ് വെച്ചിട്ട്. അത് കണ്ടവർക്ക് അറിയാറുള്ളൂ. അത്ര സൈലന്റ് ആയിരുന്നു. വേറെ നമ്മളെ കേരള ഭൂമി ലോകമാണ്, മറ്റുള്ള നമുക്ക് അറിയില്ലോ. കേരള ഭൂമി ലോകത്ത് അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഉണ്ടായിട്ട് എനിക്കറിയില്ല. അപ്പൊ പലവരും പറയാറുണ്ട്. പക്ഷെ ജീവിതം പിന്നെ ജീവിച്ച് ഇസ്ലാം എന്തിനും ജീവിച്ച് കാണിച്ചു കൊടുത്താണ്. തിരുവങ്ങാട് എത്തിൻഖാനയിൽ നിങ്ങൾ ഏത് വർഷം ചേർന്ന് വന്നിട്ടാണ്? 1965 അപ്പോൾ അന്ന് MK ഹാജിയൊക്കെ ആയി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം ഓർമ്മ ഉണ്ടാവും അല്ലേ? കാലത്തെ അനുഭവങ്ങൾ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? MK ഹാജിയെ ഞാൻ കാണുന്നത് 65 അവിടെ ചേർന്നു. 6ാം ക്ലാസ്സിലാണ് ചേർന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് അതിനുശേഷമാണ് അയാൾക്ക് ഞാൻ ചെറുപ്പമാണല്ലോ. അതെ, ആ സമയത്ത് അയാളെ കണ്ടിട്ടുണ്ട്. നല്ല ഒരു ഗെറ്റപ്പുള്ള നല്ല ഒരാളായിട്ട്, നീണ്ട താടിയുള്ള, തെക്കുവയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവം ഉണ്ടാവും അവിടെ വിദ്യാർത്ഥിയോട് പെരുമാറുന്ന വിഷയത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ? പിന്നീട് ഞാനൊരു 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ പറ്റി കൂടുതൽ കാണാനും ഇടപെടാനും കഴിയുന്നത്. അവിടെ അദ്ദേഹം ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. കുട്ടികളോട് ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. പിന്നെ അവിടെ മകൻ ഒരു അബ്ദുസമദ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അബ്ദുറഹിമാൻ ബാവ എന്നറിയുന്ന, ഇന്ന് അദ്ദേഹം അവിടുത്തെ സെക്രട്ടറിയാണ്. ബാവ എന്ന് പറഞ്ഞ ആള് എൻ്റെ സുഹൃത്തും കൂടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് വിദ്യാർത്ഥികളുമായി MK ഹാജിയുടെ ഒരു സഹവാസം ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കും. പറയാൻ കാരണം വാട്ടർമാരുമായിട്ട് അദ്ദേഹം നല്ല ബന്ധം പുലർത്തും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം അവിടെ വരുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി ഒരു നല്ല വീക്ഷണമായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ചിട്ടയോടുകൂടി തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാളുടെ ജീവിതം എന്നാണ്. ജീവിതം വളരെ ശുദ്ധമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു പല, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഇബ്രാഹിം ഹാജി, CH ഇബ്രാഹിം ഹാജി, മഹമ്മൂദ് ഹാജിൻ്റെ ഫാദർ, പിന്നെ കാരാടൻ മുഹമ്മദ് ഹാജി, അവരൊക്കെ ആ ഓർഫനേജിൻ്റെ നെടും തൂണുകളായിരുന്നു. MK ഹാജിയുടെ വലങ്കയായി CH കാലത്ത് അവിടെ വരുന്നുണ്ടോ? CH 9 വയസ്സായപ്പോൾ അവിടെ വരാറുണ്ട്.
അത് സ്ഥിരമായിട്ട് വരാറില്ല. ഇല്ല. ഫംഗ്ഷനും മറ്റും ഉണ്ടാകുമ്പോഴൊക്കെ വരും. അവിടെ വരാറുണ്ട്. ഇത്ര കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആ. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ അബ്ദുറഹിമാൻ ബാവ അവരൊക്കെ കൂടെ കൊണ്ടുപോയി സുബൈക്ക് നമസ്കരിച്ച് അവരെപ്പോഴും ഒന്നായിട്ടാണ് അതേ രൂപത്തിൽ തന്നെയാണ് ആ കുട്ടികളെയും വേണ്ടി അദ്ദേഹം തിരുവനന്തപുരം വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയാണ് സ്വന്തം കൂടത്തെ മക്കൾ പ്രത്യേകമായ ഒരു വേർതിരിവ് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങള് പിന്നെ ഈ വിവരങ്ങൾ കൈമാറിയതിന് സന്തോഷം. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ MK ഹാജിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിലേക്ക് ആ ബന്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞൂടെ? ആ, ഞാൻ 1969 5ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്ന ഒരു അന്തേവാസി 10ാം ക്ലാസ്സിൽ ഫുൾ സ്കൂൾ ലീഡറുമായിട്ട് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആ കാലഘട്ടത്തിൽ വിദ്യാലയത്തിൽ എല്ലാ മാസവും സ്കൂളിൽ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. അത് മറക്കാൻ കഴിയില്ല. കാരണം എന്നിട്ട് ഒരാഴ്ച മുമ്പ് ആചാര്യടുത്ത് പോയിട്ട് ഞാൻ സ്കൂളിൽ പോയതോട് ആചാര്യടുത്ത് പോയി സലാം പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആചാര്യ പിന്നെ ഒക്കെ നോക്കിയിട്ട് എന്ത് തന്നെയാണെങ്കിലും ശരി, നമ്മളെ പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി കഴിയാതെ ഞാൻ വേറൊരു പരിപാടിക്കും പോവില്ല. നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അനുസരിച്ച് വേറെ ഇങ്ങോട്ടാ എനിക്ക് പോകലോട്ട് നിർബന്ധമായിട്ട് പോകേണ്ട സ്ഥലത്ത് ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ ആചാര്യം പറഞ്ഞു. അങ്ങനെ ആ കാലഘട്ടത്തിൽ 1973, 74, 75 ഈ 2 വർഷം പഞ്ചായത്തിലായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ച് അത് 1975 SSLC 1975 SSLC കഴിഞ്ഞ അന്ന് കമ്മിറ്റി മദ്രാസ് ടൗണിൽ ആദ്യം സാഹിബും പ്രമുഖ വ്യക്തിത്വങ്ങൾ മദ്രാസിൻ്റെ കലക്ഷന് പോകും. അന്ന് എൻ്റെ ഏറ്റവും കോട്ടൂർ മോക്കോട്ടി മാഷെത്തും എൻ്റെ അടുത്ത് ഞാൻ അതായത് 2 കുട്ടികൾ ഞാൻ തന്നു. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ മദ്രാസ് ടൗണിൽ പോയി മദ്രാസ് തമിഴ്നാട് എല്ലാം ഇല്ല കേട്ടോ, ടൗണിൽ മാത്രം പോയി അഹമ്മദ് റഷാദ് പഞ്ചായത്തിൻ്റെ ഹോട്ടൽ അഹമ്മദ് റഷാദ് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി റൂം തന്നു. അവിടെ താമസിക്കും, ഭക്ഷണം തരും, നോമ്പ് തുറക്കാൻ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ അതാണ് തരും. ഒരു കഴിയും ഞങ്ങൾ അച്ഛന് ശേഷം പിന്നെ രാവിലെ കുഴിഞ്ഞാനി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങും. ഓരോ വ്യക്തികളിൽ നിന്ന് 2 രൂപ 3 രൂപ അല്ലെങ്കിൽ 5 രൂപ കളക്ഷൻ നടത്തി ഞങ്ങൾ 3-4 ദിവസം നിൽക്കുള്ളൂ.